ഇന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തൈര് ഫേഷ്യൽ ചെയ്താലോ? ആദ്യം ക്ലെൻസർ ആണ് വേണ്ടത്. അതിനായിട്ട് തൈര് ഫേസിൽ നല്ല രീതിക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. നല്ല മസാജ് കൊടുക്കണം കേട്ടോ. നല്ല തണുത്ത തൈരാണെങ്കിൽ അത്രയും നല്ലത്. ഇനി അടുത്ത നമുക്ക് ബീട്രൂട്ട് എടുക്കാം കേട്ടോ. അതിലേക്ക് കാപ്പിപ്പൊടിയും തൈര് ഇടാം. ഇതാണ് നമ്മുടെ സ്ക്രബിങ് വരുന്നത്. എന്നിട്ട് ഫേസ് നല്ല രീതിയിൽ എവിടേക്കാണോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലായിടത്തും സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബിങ് കഴിഞ്ഞപ്പോഴേക്കും ഫേസിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. അടുത്ത നമുക്ക് പാക്ക് ഇടാം. അപ്പൊ മുഖത്ത് ചെറിയ ചെറിയ കുരുക്കളുള്ളതുകൊണ്ട് കസ്തൂരി മഞ്ഞളും തൈര് ഇടുന്നുണ്ട്. ഇത് റിയൽ കസ്തൂരി മഞ്ഞളായതുകൊണ്ടാണ് ഈ ഒരു കളർ വരുന്നത്. സൈഡിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഫേസിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഡ്രൈ ചെയ്യാൻ വെക്കുക. ഡ്രൈ ആയതിനു ശേഷം നല്ലൊരു മസാജ് കൊടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്യാം. അടിപൊളി ഫേഷ്യലാണ്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. സ്കിൻ ഒരുപാട് ഗ്ലോ ആവും. കണ്ടോ, ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ. സ്കിന്ന് നല്ല രീതിയിൽ കളർ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ എനിക്ക് ഫേസിൽ നല്ല മാറ്റം വരാറുണ്ട്. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം സ്ക്രബ് ഒഴിവാക്കിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മാസത്തിൽ 1, 2, 3 തവണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തായാലും ഇത് ട്രൈ ഔട്ട് ചെയ്യണം. അടിപൊളിയാണ്. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.